ക്രൈസ്തവരോട് സഹോദരങ്ങളെ, ജയിലിൽ കിടന്നുകൊണ്ട് ആർക്കെങ്കിലും കടം വീട്ടാൻ ഒക്കുമോ? ഇപ്പോഴ് ജയിൽ പുള്ളികളുടെയൊക്കെ ശമ്പളം വർദ്ധിപ്പിച്ചതായിട്ട് അറിയുന്നില്ലേ, ജോലിക്കൂലി ഒക്കെ വർദ്ധിപ്പിച്ചതായിട്ട് അറിയുന്നു. അപ്പോൾ ബൈബിളിൽ ഒരു വിഷയമുണ്ട് ഇതിനോട് ഏതാണ്ട് ഇതേ സാമ്യമുള്ള വിഷയം. വിശുദ്ധ ബൈബിൾ പറയുന്നത് ജയിലിലാകാതിരിക്കാൻ സൂക്ഷിക്കണം, സൂക്ഷിച്ചില്ലെങ്കിൽ ജയിലിൽ കിടന്നുകൊണ്ട് ബാധ്യത നികത്താതെ പുറത്തു വരാൻ ഒക്കത്തില്ലെന്നാണ്. നോക്കി, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 20 മുതലുള്ളതായ വചനങ്ങൾ. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു. ഇത് നരകത്തെക്കുറിച്ചല്ല കേട്ടോ. അതായത് പരിപൂർണമായിട്ട് ക്ഷമിക്കുവാൻ 10,000 താലന്ത് കർത്താവ് നമ്മളോട് ക്ഷമിച്ചിരിക്കെ 100 താലന്താണ് മനുഷ്യനോട് ചെയ്യുന്ന തെറ്റിൻ്റെ ഭീകരത പറയുന്നത്. ക്ഷമിച്ചില്ലെങ്കിൽ ഇവിടെ രോഗം, കടബാധ്യത, മറ്റ് പലവിധമായ ബന്ധനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളതായ ബന്ധനാവസ്ഥകളിലൊക്കെ നമ്മളായിപ്പോവും. അവിടെ കിടന്നുകൊണ്ട് നമ്മൾ ദൈവത്തോട് നിരപ്പുറയിക്കേണ്ടതായിട്ട് വരും, മനുഷ്യനോട്. അതുകൊണ്ട് ആരോടും കയ്പോ വെറുപ്പോ വിദ്വേഷമില്ലാതെ വളരെ സ്നേഹം നിറഞ്ഞ ഒരു ജീവൻ നയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു.